പിന്നെ കറക്റ്റായിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞപ്പോ തന്നെ മറ്റേ നമ്മുടെ UFC 313 മെയിൻ ഇവന്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തു. എന്താ പൊന്നോ, എല്ലാവരെയും വെയിറ്റ് ചെയ്ത സാധനം. അലക്സ് പെരേര വേഴ്സസ് മാഗമത് ആംഗ്ലേവ്. ആ ഫൈറ്റ് ഉണ്ടല്ല, വെറുതെ കലക്കും. അതാണെങ്കിൽ ഇപ്പൊ ഓട്സ് ഒക്കെ കാണുമ്പോ എന്താണ്, ആംഗലേവാണ് ഫേവറേറ്റ്, സ്റ്റാർട്ടിങ് ഓട്സ് ആണ്. അതിപ്പോ ഓട്സ് മേക്കർ അങ്ങനെയൊക്കെ ഇട്ട് ഇനിയിപ്പോ കൂടുതൽ ആൾക്കാർ ബെറ്റ് ചെയ്ത് തുടങ്ങുമ്പോ, ഇപ്പൊ അലക്സ് പെരേര ഫാൻസ് ഒക്കെ ഈ പയ്യെ ബെറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞു വരാനുള്ള ചാൻസേ ഉള്ളൂ. കുറച്ച് ദിവസം ആ ഫൈറ്റിനോട് അടുക്കുമ്പോഴേക്കും ഓട്സ് ഒക്കെ നേരെ തിരിഞ്ഞ് അലക്സ് പെരേരക്ക് ഫേവർ ആവുന്ന എനിക്ക് തോന്നുന്നത്. അതും ഇപ്പോഴാണെങ്കിൽ അവര് സോഷ്യൽ മീഡിയയില് മറ്റേ കിടിലൻ ബാക്ക് ആൻഡ് ഫോർത്ത് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആംഗലേവാണെങ്കിൽ റെസ്ലിംഗ് ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് സ്റ്റോറി ഇട്ടത്. അപ്പൊ മറ്റേ മെസ്സേജ് പാസ് ചെയ്യണതായിരിക്കണം, മറ്റേ ഞാൻ റെസ്ലിംഗ് ചെയ്യുന്നുണ്ടെന്നുള്ള കാണിക്കാൻ വേണ്ടിയാ. എവിടാ, അവിടെ അലക്സ് പെരേര ഇപ്പൊ മറ്റേ ഫൈറ്റിംഗ് നേഴ്സിന്റെ അവരുടെ ജിമ്മിൽ പോയിട്ട് അവിടെ പോയി ഗ്രാപ്പിൾ ചെയ്യണതിന്റെ വീഡിയോ ഒക്കെ എടുക്കണം. എന്നിട്ട് എന്താണ് പോർട്ടാൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. എന്താ കാണുന്നത് ഇപ്പൊ ഈ അംഗലേവ് ശരിക്കും പറഞ്ഞ റെസ്ലർ അല്ല. റെസ്ലിംഗ് അല്ലെന്ന് പറഞ്ഞാൽ റെസ്ലിംഗ് ബേസ് ഉണ്ട്, ഗ്രെക്കോ റോമൻ റെസ്ലിംഗ് ബേസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് തോന്നുന്നു സ്ട്രൈക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ പുള്ളിക്ക് റെസ്ലിംഗ് ബേസ് ഉണ്ട്, പക്ഷെ ഒരിക്കലും പ്രൈമറി സ്കില്ലായിട്ട് പുള്ളി ഒരിക്കലും റെസ്ലിംഗ് ഉപയോഗിക്കില്ല. അതിപ്പോ അത്ര ഡേഞ്ചറിലാണ്. ഇപ്പൊ നമ്മള് അത്യാവശ്യം നല്ലൊരു റെസ്ലിംഗ് ഹെവി പുള്ളിയുടെ ഫൈറ്റ് കണ്ടത് ആംഗ്ലോ ഉപയോഗിച്ചായിട്ടുള്ള ഫൈറ്റാണ്. അതുമാണെങ്കിലും ആ രണ്ട് കാലിട്ട് അടികിട്ടി ഒരു കാലിട്ട് അടികിട്ടി സ്റ്റാൻസ് സ്വിച്ച് ചെയ്തു, എന്നിട്ടും പിന്നെ മറ്റേ കാലിട്ട് അടികിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പോയി ടേക്ക് ഡൗൺ ചെയ്തത്. പിന്നെ ഗ്രൗണ്ടിൽ ഡോമിനേറ്റ് ചെയ്തുള്ളത്. പിന്നെ ഗ്രൗണ്ടിലുള്ള സബ്മിഷൻ ഒന്നും പോയിരുന്നില്ല തോന്നുന്നു, പക്ഷെ എന്നാലും പൊസിഷൻസ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ഒക്കെ കൊടുക്കാനൊക്കെ നോക്കി. ഡാനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റ്, കാരണം ഇച്ചിരി ബോറിംഗ് എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഒരു ഫൈറ്റ് ആയിരുന്നു. അപ്പൊ ആംഗലേവ് ഒരിക്കലും ഇങ്ങനെ പ്രൈമറി സ്കില്ലായിട്ട് റെസ്ലിംഗ് ഉപയോഗിക്കാത്തത് കാരണം അലക്സ് പെരേരയായിട്ടാണെങ്കിലും സ്റ്റാൻഡപ്പിൽ നിന്ന് ഇടിക്കോളൂ എന്നാ പറയണത്. അപ്പൊ എന്ത് സംഭവിക്കും നമുക്കൊരു പിടിയില്ല. കാരണം ഈരി കഴിഞ്ഞ ദിവസം ഫൈറ്റ് കഴിഞ്ഞിട്ട് ഈരിയാണെങ്കിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ്, ആംഗലേവ് പറയണത് സ്റ്റാൻഡപ്പിലാണ്, വാക്കിന് വില കൊടുക്കണ ഒരുത്തനാണെങ്കിൽ അതേപോലെ ചെയ്യുമെങ്കിൽ അലക്സ് ജയിക്കുന്ന പുള്ളി പറയണം. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നണത്. ഈ ഞാനായിട്ട് അത്രയും ഡേഞ്ചർ ആയി കഴിഞ്ഞിട്ടാണ് റെസ്ലിംഗ് ഉപയോഗിച്ചത്. അലക്സ് പെരേരയായിട്ട് ആ ചാൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഈട്ടി കൊണ്ട് ഉറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും എണീറ്റ് വരുമ്പോഴേക്കും അയ്യോ റെസ്ലിംഗ് ഉപയോഗിക്കണമായിരുന്നല്ല ആ ഒരു മൂഡ് പിടിക്കാൻ പോകും. അപ്പോഴേക്കും അവളെ ചാമാന്ന് പറഞ്ഞ ബെൽറ്റ് ബുക്കി പിടിച്ചിട്ട് ഇപ്പുണ്ടോ. അപ്പൊ ആദ്യമേ തന്നെ റെസ്ലിംഗ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാ കളി മാറും. എന്നിട്ട് ആ റെസ്ലിംഗ് അലക്സ് പെരേര എങ്ങാനും ഡിഫെൻഡ് ചെയ്ത എന്റെ അമ്മ, അപ്പൊ പിന്നെ മറ്റേ അൾട്ടിമേറ്റ് പ്ലോട്ട് ട്വിസ്റ്റ് ആവും. ആ ഫൈറ്റ് വെറുതെ പൊളിക്കും. നമ്മളെ എങ്കാനു സ്റ്റീപ്പായിട്ട് രണ്ടാമത്തെ ഫൈറ്റ് ചെയ്തപ്പോഴേക്കും ഇതുപോലെ ടേക്ക് ഡൗൺ ചെയ്യാൻ വന്നപ്പോഴേക്കും എങ്കാനു സ്റ്റഫ് ചെയ്ത് ഇന്നൊരു സീനുണ്ട്. അപ്പൊ തന്നെ DC എല്ലാവരൊക്കെ പറഞ്ഞു ഫൈറ്റ് ചെറുതായിട്ട് തീർന്നെന്ന് തോന്നണ്. ആ ഒരു മൊമെന്റ് പക്ഷെ അത്രയൊന്നും പെരേരക്ക് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരേരയുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റെസ്ലിംഗ് എങ്ങാനും ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെരേര നോക്കണ്ട. പക്ഷെ ആംഗലേവ് ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫൈറ്റർ ആണെങ്കിൽ ആ കയ്യിലുള്ള ബാക്ക് പോക്കറ്റിലുള്ള റെസ്ലിംഗ് എടുത്ത് അങ്ങോട്ട് ഫ്രണ്ടിൽ ഇട്ടുക, ഫസ്റ്റ് റൗണ്ട് തൊട്ട് അങ്ങോട്ട് റെസ്ൽ ചെയ്ത് അങ്ങോട്ട് പൊളിക്കുക. എന്ത് പൊളിക്കോ, 205 ബെൽറ്റും കൊണ്ട് വീട്ടിൽ പോവാ. പിന്നെ ആംഗലേവ് അത് ചെയ്യണതാണ് കുറച്ചും കൂടി ബുദ്ധി. 313 ആണെങ്കിൽ 313യുടെ കോമീൻ ഇവന്റ് ഇപ്പൊ അനൗൺസ് ചെയ്തത്, അങ്ങനെ അനൗൺസ് ചെയ്തു. ഡാൻ ഹുക്കർ കോമീൻ ഇവന്റ്.
അതും ഒരു വാറായിരിക്കും. മറ്റേ നമ്മളെ കുറിയറും ഹുക്കറും തമ്മിൽ 5 റൗണ്ട് വാറുണ്ട്. 5 റൗണ്ട് അല്ലല്ലോ, ആ വാർ, ആ വാറിന്റെ ഒരു ലെവല് ഹുക്കറിന് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ജസ്റ്റിൻ ഗേജ് ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലേ ഫൈറ്റ് ചെയ്യണം. മറ്റേ മാക്സ് ഹോളോവേയുടെ 300 കഴിഞ്ഞിട്ട് ജസ്റ്റിൻ ഗേജ് പിന്നെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താകും ആവോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് ജയിക്കണവർക്ക് ചിലപ്പോ ടൈറ്റിൽ ഷോട്ടും കിട്ടും. അതാണ് വേറെ വിറ്റ്. കാരണം അവിടെ ചാൾസ് ഒലിവേറ ആണെങ്കിൽ ഇപ്പൊ മാക്സ് ഹോളോവേനെ കോൾ ഔട്ട് ചെയ്തേക്കണേ. എന്നിട്ട് മാക്സ് ഹോളോവേ ആണെങ്കിൽ പറയുകയും ചെയ്ത് നമുക്ക് ജൂണില് ഫൈറ്റ് ചെയ്താലാന്നുള്ളൊരു സീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഫൈറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫൈറ്റ് ജൂണിലാണ്, ഈ ഫൈറ്റ് മാർച്ചിലാണ്. അപ്പൊ ഈ മാക്സ് ഹോളോവേ ചാൾസ് വിന്നറും പിന്നെ ജസ്റ്റിൻ ഗേജ് ഹുക്കർ വിന്നറും, ഇവർക്ക് രണ്ടുപേരിൽ ഒരാൾക്ക് ഇസ്ലാമായിട്ട് അടുത്ത ഫൈറ്റ് കിട്ടുമായിരിക്കും എന്നാ തോന്നുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഇവർ രണ്ടിലും പിന്നെ ഫൈറ്റ് ചെയ്ത് അത് നടക്കുമെന്നൊന്നുമില്ല. എനിക്കാണ് ഇവർ രണ്ടിലെ വിന്നറിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ ആർമാനോടാണെങ്കിൽ ഇപ്പൊ ഡാന പറയുകയും ചെയ്തു ഇനി മോൻ 1-2 ഫൈറ്റൊക്കെ ജയിച്ചായിട്ട് വാ എന്നുള്ള ഒരു സീൻ പറഞ്ഞു. അതെന്തായാലും ആർമാന് ഡയറക്റ്റ് ടൈറ്റിൽ ഷോട്ട് ഒന്നും കൊടുക്കൂല. അതും അങ്ങനെ ഒരു ഇത്. എന്താ അവസ്ഥ.